ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ ഇത്. ഇടിച്ചക്ക കഴിഞ്ഞ ആഴ്ച കിട്ടിയിരുന്നു. നോമ്പിന് മുന്നേ തന്നെ ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ വെച്ച് തിന്നു. അപ്പോൾ ഇന്ന് ചക്ക കിട്ടിയപ്പം ഒരു ആകാംക്ഷയോടെ മുറിച്ചതാണ് കേട്ടോ. പഴുക്കാനയക്കണമെന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇന്ന് വെട്ടി വെച്ചാൽ പെട്ടെന്ന് പഴുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് വെട്ടി നോക്കിയതാ. അപ്പം പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് ചക്ക മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ മൂപ്പായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചക്ക കൂട്ടാൻ വെക്കാമെന്ന് വെച്ചിട്ടോ. നോമ്പായതുകൊണ്ട് ചക്ക കൂട്ടാൻ കഴിക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബീഫിലാണ് കേട്ടോ ചക്ക ഇട്ടിട്ട് വെക്കുന്നത്. അപ്പോൾ ബീഫും വെക്കാൻ വേണ്ടിയിട്ട് അതും കഴുകിയിട്ട് എളുപ്പം അടുപ്പത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് കറി വെച്ചാൽ അതിന് കുറച്ച് നമുക്ക് വൈകുന്നേരത്തിന് എടുത്തും വെക്കാം. കടിക്ക് ബാക്കിയിലേക്ക് ചക്കയും കൂടി ഇട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബീഫ് കറി പെട്ടെന്ന് ആക്കണത്. അങ്ങനെ ബീഫ് കറിയൊക്കെ പെട്ടെന്ന് ആയപ്പോൾ കടിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് ചക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ റെഡിയായപ്പോൾ അതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ടെടുത്തു. പിന്നെ ചെറുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് തൂമിച്ചും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ കടിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. നോമ്പ് ഇന്നിപ്പോൾ 12 ആയില്ലേ. 12 ദിവസമായിട്ട് ഇതുവരെ പൊറാട്ട ഉണ്ടാക്കിയിട്ടുമില്ല, വാങ്ങിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു പൊറാട്ട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ ഇന്ന് കടയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ സമൂസക്കുള്ള ഉള്ളിയൊക്കെ ഉണ്ട് വാട്ടിയെടുക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഉള്ളി വാടി ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ ബീഫൊക്കെ പിന്നെ ഒന്ന് മിക്സിയിലിട്ട് കറക്കി കൊണ്ടുവന്നു. പിന്നെ അതൊക്കെ റെഡിയായപ്പോൾ സമൂസ പെട്ടെന്ന് പൊരിച്ചെടുത്തു കേട്ടോ. പിന്നെ സമൂസ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ജ്യൂസ് അടിക്കാൻ നിന്നു. പൈനാപ്പിൾ ജ്യൂസും പിന്നെ വത്തക്ക ജ്യൂസും അടിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, സമൂസ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ കട്ടൻ ചായ ഉണ്ടായിരുന്നു, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, വത്തക്ക ജ്യൂസ്. ഇന്ന് ഫ്രൂട്ട്സ് ഒന്നും എടുത്തില്ല കേട്ടോ. ഫ്രൂട്ട്സും കൂടി എടുത്താൽ ഇനി പൊറാട്ട കുട്ടികളെ തിന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രൂട്ട്സ് എടുക്കുന്നത്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊറാട്ട എടുത്തു. പിന്നെ ചക്കയും ബീഫും വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് കുട്ടികളെടുത്തു. പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.